Hi friends, welcome to my channel, OET Listening Test Samples. My name is Jiti and I'm working as a registered nurse in the UK. In this video, I'm going to explain about OET as well as the 4 modules in OET. I hope that this video is going to be helpful for you guys. If so, please do like and subscribe to my channel and keep supporting me. So let's get started. I'm going to explain about OET as well as the 4 modules in OET. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാൻഡേറ്ററി ടെസ്റ്റാണ് OET. ആൻഡ് ദർ ആർ 4 മോഡ്യൂൾസ് ഇൻ OET. ദേ ആർ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. സോ ഞാൻ ഇന്ന് മെയിനായിട്ട് എൻ്റെ വീഡിയോയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പറയുന്നത് കേട്ടോ. ആൻഡ് ദിസ് ഈസ് മെയിൻലി ഫോർ ബിഗിനേഴ്സ്. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു 4 മോഡ്യൂളാണ് OETയിലുള്ളതെന്ന്. അപ്പം ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് അതിൻ്റെ അതായത് ആ എക്സാം എങ്ങനെയാണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ലിസണിങ് യു വിൽ ഗെറ്റ് 42 ക്വസ്റ്റ്യൻസ് ആൻഡ് യു വിൽ ഗെറ്റ് എ ടൈം ഓഫ് 45 മിനിറ്റ്സ്. സോ നിങ്ങൾക്ക് മെയിനായിട്ട് 3 പാർട്ടാണ് ലിസണിങ്ങിലുള്ളത്: എ പാർട്ട്, ബി പാർട്ട് ആൻഡ് സി പാർട്ട്. എ പാർട്ടിൽ യു വിൽ ഗെറ്റ് 24 ക്വസ്റ്റ്യൻസ് ആൻഡ് ദീസ് ആർ 1 or 2 വേർഡ് ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കേൾക്കുമ്പോൾ. ആൻഡ് വെൻ യു ഡു അറ്റ് ദ ഫസ്റ്റ് ടൈം യു വോണ്ട് ഗെറ്റ് ഇനഫ് മാർക്സ്, ബട്ട് ഡോണ്ട് വറി, കീപ് പ്രാക്ടീസിങ്. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ട് വേർഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് വേർഡ്സ് എഴുതാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഇറേസ് ചെയ്തിട്ട് അതൊന്നുകൂടെ കറക്റ്റായിട്ട് എഴുതാം. സോ ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇപ്പം നിങ്ങൾക്കൊരു ആൻസർ തെറ്റായിട്ട് പോയെന്ന് വെച്ചു, അപ്പോൾ നിങ്ങൾ ഡെസ്പ് ആകേണ്ട കാര്യമില്ല. നിങ്ങൾ ആ ലിസണിങ്ങിൻ്റെ എൻഡിൽ യു ക്യാൻ, അതായത് നിങ്ങൾക്ക് പിന്നെയും തിരിച്ച് യു ക്യാൻ കം ബാക്ക് ടു ദ ഓഡിയോ അഗെയിൻ ആൻഡ് യു ക്യാൻ ലിസൺ to the audio and you can understand, like you can self-correct and you can understand where you went wrong, and based on that you can improve yourself. So keep doing that. And in B and C you will get a health talk. So main item health talk between 2 or 3 people ആയിരിക്കും. ബി പാർട്ടിൽ മെയിൻ ആയിട്ടും 2 people, ഹെൽത്ത് ടോക്ക് ബിറ്റ്വീൻ 2 people ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുക. അതായത് ചെറിയ ചെറിയ ഡിഫറൻസസ് ആയിരിക്കും അതിനകത്തുള്ളത്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദാറ്റ് വേ യു ക്യാൻ ഡു ലിസണിങ്. And this is about listening. And in reading, so now I'm going to explain about reading. Reading is for 1 hour. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇതിലും എ പാർട്ട്, ബി പാർട്ട് ആൻഡ് സി പാർട്ട് ആയിരിക്കും ഉണ്ടാകുക. ആൻഡ് ഇൻ എ പാർട്ട് യു വിൽ ഗെറ്റ് 15 minutes ടൈം ടു ഫിനിഷ് ദാറ്റ്. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 minutes ടൈം സെറ്റ് ചെയ്യുമായിരുന്നു എൻ്റെ അലാം വെച്ചിട്ട് അത് ചെയ്യുമായിരുന്നു. 12 minutes എനിക്ക് എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എയ്തർ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം 1 to 7 ഓർ ഫ്രം 8 to 20 ആൻഡ് ദെൻ യു ക്യാൻ കം ബാക്ക് ടു 1 to 7. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 to 20 കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് 1 to 7 ചെയ്യാമായിരുന്നേ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ 8 to 20 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 1 to 7, അതായത് ചൂസ് ദ ആൻസേഴ്സ് അല്ലേ. അതായത് പാസേജ് ഏതാണ്, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അതായിരിക്കും ആ ക്വസ്റ്റ്യൻസ്. ചൂസ് ദ പാസേജ് ആയിരിക്കും. അപ്പോൾ ഏത് പാസേജിലാണ് ആ ഇൻഫോർമേഷൻ കിടക്കുന്നതെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് 1 to 7. അപ്പോൾ നമുക്ക് 8 to 20 കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ വി ക്യാൻ കം ടു 1 to 7. അതായിരുന്നു ഞാൻ യൂസ് ചെയ്ത മെത്തേഡ്. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ എല്ലാ പാസേജും ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. ഞാൻ വായിക്കത്തില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു, ജസ്റ്റ് ടു ഗെറ്റ് an information, like a knowledge about what they have explained in the passages. അതിന് വേണ്ടി മാത്രമായിട്ട് ഐ യൂസ് ടു ഡു ദാറ്റ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ 15 minutes കഴിയുമ്പോഴത്തേക്കിന് ദേ വിൽ കളക്ട് ദ ഫസ്റ്റ് ബുക്ക്ലെറ്റ്. അതായത് നമുക്ക് ഈ എ പാർട്ടിൻ്റെ ബുക്ക്ലെറ്റ് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. സോ വി കനോട്ട് ഡു എനിത്തിങ് ആഫ്റ്റർ ദാറ്റ്. ആഫ്റ്റർ 15 minutes വി കനോട്ട് ഡു എനിത്തിങ് ഇൻ ദിസ് ബുക്ക്ലെറ്റ് because they will get the booklet from us. പിന്നാണ് നമുക്ക് ബി ആൻഡ് സി ബുക്ക്ലെറ്റ് കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് അടുത്ത അതായത് ഒരു പാസേജ് തന്നിരിക്കും. ആ പാസേജിൻ്റെ ക്വസ്റ്റ്യൻസ്, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കും, പിന്നെ പാസേജ് വായിക്കും, പിന്നെ ആൻസേഴ്സ്, അതായത് ഓപ്ഷൻസ് വായിക്കത്തുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ ബിയും സിയും ചെയ്തത്.
സോ ഈവൻ യു ക്യാൻ ഡു ദാറ്റ് ബിക്കോസ് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഓപ്ഷൻസ് വായിച്ച് പിന്നെ പാസേജിലേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഐ യൂസ് ടു ഡു ദാറ്റ്. ഫസ്റ്റ് ഐ യൂസ് ടു read the questions, then I'll go to the passage, and then I'll come back to the options. That's what I was doing when I used to practice. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ റൈറ്റിങ്ങിനകത്ത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ലെറ്റേഴ്സാണ് റെഫറൽ ലെറ്റേഴ്സ്, ഡിസ്ചാർജ് ലെറ്റർ, ട്രാൻസ്ഫർ ലെറ്റർ, പിന്നെ ബിഹാഫ് ലെറ്റേഴ്സൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് റൈറ്റിങ്ങിലും 2 കൈൻഡ് ഓഫ് കേസസ് ഉണ്ട്. നോൺ കേസ് ആൻഡ് അൺനോൺ കേസ്. അതായത് നോൺ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അതായത് ആ പേഷ്യൻറ്റിൻ്റെ ടേക്ക് കെയർ ചെയ്ത ആളുടെ അടുക്കിലോട്ടാണ് നമ്മൾ തിരിച്ചു വിടുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ നോൺ കേസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം വി ആർ റെഫറിങ് അല്ലെങ്കിൽ വി ആർ ട്രാൻസ്ഫറിങ് ദ പേഷ്യൻറ്റ് ബാക്ക് ടു, അല്ലെങ്കിൽ വി ആർ ഡിസ്ചാർജിങ് ദ പേഷ്യൻറ്റ് ബാക്ക് ടു പേഷ്യൻസ് ഓൺ GP, അല്ലെങ്കിൽ പേഷ്യൻസ് ഓൺ നേഴ്സ്, അതായത് ഓൾറെഡി ടേക്ക് കെയർ ചെയ്ത് നേഴ്സിൻ്റെ അടുക്കലോട്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുക്കലോട്ടോ GPയുടെ അടുക്കലോട്ടോ നമ്മൾ ആ പേഷ്യൻറ്റിനെ തിരിച്ചു വിടുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ നോൺ കേസ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ റൈറ്റിംഗ് ടാസ്കിൽ തന്നെ അവർ ഇട്ടിരിക്കും. ലൈക്ക് പേഷ്യൻസ് ഓൺ GP, നോൺ GP, പേഷ്യൻസ് GP, പേഷ്യൻസ് ഫാമിലി GP, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും തന്നിരിക്കും. അതിൻ്റെ ബേസിസിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് നോൺ കേസ് ഓർ അൺനോൺ കേസ്. പിന്നെ അൺനോൺ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരാളുടെ അടുക്കലോട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻ അൺനോൺ കേസ്. നമുക്ക് ആ റൈറ്റിംഗ് ടാസ്കിൽ തന്നെ മനസ്സിലാവും. സോ ദാറ്റ് ഈസ് അബൌട്ട് റൈറ്റിംഗ്, ആൻഡ് യു വിൽ ഗെറ്റ് 45 minutes ഫോർ റൈറ്റിംഗ്, and you will get 5 minutes for reading. Reading time we cannot use pen or pencil, and we can just read the like the case note, and we can read the writing task, and then we can start writing after 5 minutes. Adan writing, and then we'll go to speaking. സ്പീക്കിങ്ങിന് ഇതേപോലെ നോൺ കേസും അൺനോൺ കേസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 റോൾ പ്ലേസ് ആണ് കിട്ടുന്നത്. ഈച്ച് വൺ വിൽ ബി ഫോർ 5 minutes, ആൻഡ് വി വിൽ ഗെറ്റ് 3 minutes ടൈം ഫോർ വാം അപ്പ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അടുക്കൽ ഇൻ്റർലോക്യൂട്ടർ വിൽ ആസ്ക് സർട്ടൻ ക്വസ്റ്റ്യൻസ്. അതായിരിക്കും വാം അപ്പ്, ലൈക്ക് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ആൻഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അബൌട്ട് യുവർ പ്രൊഫഷൻ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് റെഫർ ദാറ്റ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വാമപ്പിൽ ചോദിക്കും. പിന്നെ ഈ 3 minutes വാമപ്പിൽ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ട് ദേ വിൽ ഗിവ് യു എ ക്യൂ കാർഡ്. ജസ്റ്റ് ഒരു കാർഡ് തരും. യു ക്യാൻ റീഡ് ദാറ്റ് ക്യൂ കാർഡ്. ആ കാർഡ് വായിക്കാം നിങ്ങൾക്ക്. ആൻഡ് ദെൻ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ റോൾ പ്ലേസ്. അപ്പം നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 3 minutes ടൈം ടു പ്രിപ്പയർ, ആൻഡ് ഇൻ ദാറ്റ് 3 minutes ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു ദ ഇൻ്റർലോക്യൂട്ടർ, ആസ് വെൽ ആസ് ഇഫ് ഇറ്റ് ഈസ് എ നോൺ കേസ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു നോൺ കേസോ അൺനോൺ കേസോ ആയിരിക്കും നമുക്ക് സ്പീക്കിങ്ങിൽ കിട്ടുക. ഇപ്പോൾ നോൺ കേസ് ആണെങ്കിൽ വി ക്യാൻ ആസ്ക് ദ ഇൻ്റർലോക്യൂട്ടർ അബൌട്ട് ദ നെയിം. അതായത് ഇപ്പോൾ ഇൻ്റർലോക്യൂട്ടർ പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് റിലേറ്റീവ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ. വിത്തിൻ ദ 3 minutes ടൈം വി ക്യാൻ ആസ്ക് ഫോർ ദ നെയിം. അതാണ് നോൺ കേസ് ആണെങ്കിൽ. ഇപ്പോൾ അൺനോൺ കേസ് ആണെങ്കിൽ 3 minutes ടൈമിൽ ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് വായിക്കാം. തന്നിരിക്കുന്ന ടാസ്ക് എല്ലാം ഒന്ന് വായിച്ചിട്ട് വി ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ 3 minutes. അപ്പോൾ എങ്ങനെയാണ് ഒരു നോൺ കേസ് അൺനോൺ കേസ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ നോൺ കേസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ആ റൈറ്റിംഗ് ടാസ്കിൻ്റെ കുറച്ച് ഇൻഫോർമേഷൻ ബാക്ക്ഗ്രൗണ്ട് പോലെ തരും. ആ ബാക്ക്ഗ്രൗണ്ടിൽ അവർ തന്നിരിക്കും. അതായത് പേഷ്യൻ്റ് ആണെങ്കിൽ ഓൾറെഡി വന്ന പേഷ്യൻ്റാണ്, ഓൾറെഡി നിങ്ങളുടെ കെയറിൽ വന്ന പേഷ്യൻ്റാണ്, ആൻഡ് പേഷ്യൻ്റ് ഈസ് കമ്മിങ് ജസ്റ്റ് ടു ഗെറ്റ് എ ബ്ലഡ് റിപ്പോർട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഹാസ് ബീൻ റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് വിത്ത് ഇന്ന കണ്ടീഷനായിട്ട് റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നിരിക്കുന്നതായിരിക്കും നോൺ കേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 minutes ടൈമിൽ ഇപ്പം ഡോക്ടറിൻ്റെ അടുക്ക വന്നു, ആൻഡ് ദ patient has been diagnosed with inner condition, and patient is coming to you
ടു ഗെറ്റ് ഫർദർ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഫർദർ അഡ്വൈസ് റിഗാർഡിങ് ഇന്ന കണ്ടീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ നോൺ കേസ്. അപ്പോൾ നമുക്ക് വിത്തിൻ ദ 3 minutes ടൈം വി ക്യാൻ ആസ്ക് ഫോർ നെയിം ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് നോൺ കേസ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് എനിത്തിങ്, അതായത് വിത്തിൻ 3 minutes ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു ദ ഇൻ്റർലോക്യൂട്ടർ അബൌട്ട് ദാറ്റ് ഡൗട്ട്. ഓക്കെ, അത് നമുക്ക് അതുകൊണ്ട് മാർക്കൊന്നും കുറയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമുക്ക് ചോദിക്കാം. വെരി വെൽ. ആൻഡ് വെൻ യു ഗെറ്റ് എ ക്യൂ കാർഡ്, ഫസ്റ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ സെറ്റിംഗ്. അതായത് അതേത് സെറ്റിംഗ് ആണ്, അത് ഹോസ്പിറ്റൽ സെറ്റിംഗ് ആണോ, ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ് ആണോ, ഒരു ഹോം വിസിറ്റ് ആണോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സോ അതിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ റോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ദ പേഷ്യൻറ്റ്. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് ഓൾസോ. ദാറ്റ് ഈസ് അബൌട്ട് നോൺ കേസ്. നോൺ കേസ് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അൺനോൺ കേസ്. അൺനോൺ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം പേഷ്യൻറ്റ് നിങ്ങളുടെ അടുക്കലോട്ട് വരികയാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റ് അഡ്മിറ്റായി, ഫസ്റ്റ് ടൈം വന്ന് അഡ്മിറ്റ് ആവുകയാണ്, ആൻഡ് ഓൾറെഡി അഡ്മിറ്റഡ് ആണെങ്കിൽ അത് നോൺ കേസാണ്. ഇപ്പോൾ അതായത് നിങ്ങളുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണ്, അതൊക്കെ നിങ്ങൾ ആ സെറ്റിങ്ങിൻ്റെ ബേസിസിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നോൺ ആണോ അൺനോൺ ആണോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വെദർ ഇറ്റ് ഈസ് എ നോൺ ഓർ അൺനോൺ കേസ്, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് അവർ റോൾ പ്ലേ. അപ്പോൾ നിങ്ങൾക്ക് 2 റോൾ പ്ലേ ആണ് ഇതിലുള്ളത്. അതായത് ഈച്ച് റോൾ പ്ലേ കഴിഞ്ഞിട്ട്, അതായത് 5 minutes, അറ്റ് ദ എൻഡ് ഓഫ് 5 minutes interlocutor will stop you, and interlocutor will give you the next cue card to prepare, and again you will get 3 minutes time to prepare, and again you can start the role play, and it is for 5 minutes. At the end of 5 minutes it will stop. So that's what about speaking. സ്പീക്കിങ് നമുക്ക് എല്ലാം കൂടി ഒരു 20 minutes വരെ, അതായത് 15 to 20 minutes വരെ എക്സ്പെക്റ്റ് ചെയ്യാം ടൈമിങ്. അതാണ് സ്പീക്കിംഗ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ഓൾ ദ 4 modules. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, you can ask me in the comment section, and I will definitely do a video on that comments. Thank you guys for watching my video, and please do like and subscribe to my channel and keep supporting me. Thank you. Bye bye.